രാഷ്ട്രീയ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു മനുഷ്യന് ഈശ്വരനോട്, അതായത് ഇപ്പം ഹൈന്ദവ ദൈവങ്ങളോടായാലും ഇസ്ലാം സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് അള്ളാഹുവിനോടാണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ അതിനകത്ത് മത ആചാരപ്രകാരം വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുവിലും മാതാവിലും ആയാലും ശരി, അപ്പം ആർക്കായാലും വിശ്വാസം ഉള്ളവരുമുണ്ട്, വിശ്വാസം ഇല്ലാത്തവരുമുണ്ട്. ഇപ്പം വിശ്വാസം ഇല്ലാത്തവരെ എല്ലാവരെയും വിശ്വാസികളാക്കി കളയാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതൊട്ട് നടക്കത്തതുമില്ല. അത് ഓരോരുത്തരും സ്വയമായിട്ട് അവരുടെ ജീവിത സാഹചര്യത്തിൽ അല്ലെങ്കിൽ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിൽ അവർ ഓരോരുത്തരും ഈശ്വര വിശ്വാസികളായി മാറുകയും അല്ല ഈശ്വരനിൽ വിശ്വസിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നവരും ജന്മന അങ്ങനെയുള്ളവരും ഉണ്ടാവും. അതിലൊന്നും ആരെയും തിരുത്താനൊന്നും നമ്മൾ തയ്യാറല്ല, ഞാൻ തയ്യാറല്ല, ആരും തയ്യാറല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കടുത്ത ഈശ്വര വിശ്വാസിയാണ്. അതായത് ഞാൻ എൻ്റെ ഈശ്വരന്മാരെ, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെയും ഞാൻ പ്രാർത്ഥിക്കും, മറ്റു മതത്തിൽപ്പെട്ട ഈശ്വരന്മാരെയും. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് വിഗ്രഹം ഇല്ലെങ്കിൽ പോലും ഒരു പള്ളി കാണുന്ന സമയത്ത് നമ്മൾ ആ പള്ളിയിലോട്ട് നമ്മൾ എന്താണോ നമ്മുടെ ഈശ്വരന്മാരുടെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന അതെന്താണോ അത് തന്നെ ആ പള്ളികളിലും. ഇപ്പം ക്രിസ്ത്യൻ പള്ളികളിൽ നമുക്കറിയാം വിഗ്രഹമുണ്ട്, അതായത് യേശു ക്രിസ്തുവിൻ്റെയോ അല്ലെങ്കിൽ മാതാവിൻ്റെയൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കും. ഇസ്ലാം പള്ളികളിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു വിഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, വിഗ്രഹം ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ആ പള്ളിയുടെ കാണുമ്പോൾ എന്താണോ നമ്മൾ ഹൈന്ദവ ദൈവങ്ങളുടെ മുമ്പിലും ക്രിസ്ത്യൻ ദൈവങ്ങളുടെ മുമ്പിലും നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ് അവിടെയും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ ഈശ്വരന്മാരെയും വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ആരോടും ഇടപെടുന്നത്. നമ്മുടെ മനുഷ്യരോടുള്ള സ്നേഹമാണ്, അതോടൊപ്പം നമ്മുടെ വിശ്വാസങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളാണ്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പ്രതിനിധികൾ ശബരിമലയിൽ പോയി നിന്നിട്ട് അല്ലെങ്കിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പോയി നിന്നിട്ട് കർപ്പൂരം കത്തിച്ച് കൊണ്ടുവരുന്ന സമയത്ത് കയ്യും കെട്ടിക്കൊണ്ട് നോക്കി നിൽക്കുക, തീർത്ഥം കൊടുക്കുന്ന സമയത്ത് അത് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ട്, ഭഗവാന്റെ വിഗ്രഹത്തിലോട്ട് നോക്കി ഒന്ന് തൊഴാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ നമുക്കറിയാം. ഇപ്പം ഈ ഹൈന്ദവ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ആരിലും വിശ്വാസം അഴിച്ചേൽപ്പിക്കാനൊന്നും നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ ഒരു ക്ഷേത്രത്തിൽ പോയി നിൽക്കുമ്പോൾ, ഉദാഹരണം ഇപ്പോൾ ഒരു ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത്, ഇപ്പം മുമ്പിരുന്ന രാധാകൃഷ്ണനാണെങ്കിലും ഇപ്പോൾ ഇരുന്ന വാസവനാണെങ്കിലും ആരായാലും ശരി, ഒരു ദേവസ്വം മന്ത്രി എന്ന് പറയുമ്പം ഒരു ഹൈന്ദവ ആചാരത്തിൽപ്പെട്ട ഒരാളെ തന്നെ വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിലാണ് അത്തരത്തിലുള്ള ഒരു രീതി വെക്കുന്നത്. അതും നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ ആരെയും നമുക്ക് നിർബന്ധിച്ചൊന്നും തൊഴിയിപ്പിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഈ കുറച്ച് നാളിന് മുമ്പ് മുൻ മന്ത്രിയെക്കുറിച്ചുള്ള ചില ആരോപണങ്ങളുമായിട്ട് ശബരിമലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോലെ ഇപ്പം ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള വാസവൻ ശബരിമല ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തിരുവാഭരണം സമർപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോയി നിന്നപ്പം മറ്റുള്ളവരെല്ലാം ആ ക്ഷേത്രത്തിലോട്ട് ഭഗവാന്റെ വിഗ്രഹത്തിൽ നോക്കി തൊഴുതു. അപ്പോൾ ഇദ്ദേഹം ഏതാണ്ട് ഒരു നിഷേധം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം അങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അത് അദ്ദേഹത്തിൻ്റെ രീതിയാണ്. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു ദേവസ്വം മന്ത്രിയാണ്. ഒരു ദേവസ്വം മന്ത്രി എന്ന് പറയുമ്പം ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നിൽക്കുന്ന ആൾ, അല്ലെങ്കിൽ അതുമായിട്ട് തീരുമാനം എടുക്കേണ്ടുന്ന ഒരുപാട് ആളുകളിൽ ഏറ്റവും പ്രധാനിയാണ് ഒരു ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ പോയി നിൽക്കുമ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഇപ്പോൾ അദ്ദേഹത്തിന്, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഇപ്പോൾ തിരുവാഭരണം കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഭഗവാന് സമർപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഭഗവാൻ അവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് അദ്ദേഹത്തിന് അപ്പം തന്നെ അവിടെ നിന്ന് പോകാം. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. അവിടെ നമുക്കിപ്പോൾ അദ്ദേഹത്തിന് അവിടെ പിടിച്ച് നിർത്താനൊന്നും പറ്റത്തില്ല. അദ്ദേഹം അവിടെ നിൽക്കണമെന്ന് ആരും വാശി പിടിക്കത്തുമില്ല. അദ്ദേഹം അത് സമർപ്പിച്ചിട്ട് അദ്ദേഹത്തിന് പോകാം. നേരെ മറിച്ച് അദ്ദേഹത്തിന് ഭഗവാനിൽ വിശ്വാസം ഇല്ലെങ്കിൽ അദ്ദേഹം ഈ ഭഗവാന്റെ മുമ്പിൽ കയറി നിന്നിട്ട് ഈ കൈയും കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരുമാതിരി നിഷേധിക്കുന്ന രീതിയിൽ നിൽക്കുകയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ആരതി കൊണ്ടുവരുന്ന സമയത്തോ തീർത്ഥം കൊണ്ടുവരുന്ന സമയത്തോ, അദ്ദേഹം അത് ചെയ്തോന്ന് എനിക്കറിയില്ല, അത് കണ്ടില്ല. പക്ഷേ അദ്ദേഹം ഒരു കൈയും കെട്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴിക്ക് ഇദ്ദേഹം അവിടെ കയറി നിൽക്കുമ്പോൾ ഇദ്ദേഹം എന്തായാലും ഒരു VIP അല്ലെങ്കിൽ VVIP പരിഗണന കിട്ടുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന് ഒരു താല്പര്യം ഇല്ലെങ്കിൽ ഇദ്ദേഹം അവിടെ കയറി നിൽക്കുമ്പം സാധാരണ അയ്യപ്പനെ തൊഴാൻ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ദൈവങ്ങളെ തൊഴാൻ വേണ്ടി വരുന്ന ഭക്തന്മാരെ ഈ പോലീസുകാർ തള്ളി മാറ്റി കൊണ്ടുപോകും. അവർക്കൊന്നും ഒരു സെക്കൻഡ് പോലും നിന്ന് തൊഴാനുള്ള ഒരു സമയം കൊടുക്കാതാണ് അവരെ തള്ളിക്കൊണ്ട് പോകുന്നത്. അതേസമയത്ത് ഈ ഇദ്ദേഹത്തിനെ പോലെ ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ ചുമ്മാതെ പോയി ഭഗവാന്റെ മുമ്പിൽ കൈയും കെട്ടി നോക്കിയിരിക്കും. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഈ മന്ത്രിയാണെങ്കിലും ഇനി ഏത് മന്ത്രിയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പ്രോട്ടോകോൾ പ്രകാരം, അതായത് എന്താണോ ഒരു ക്ഷേത്രത്തിൽ ചെയ്യാൻ പോയിരിക്കുന്ന ഒരു മന്ത്രി എന്താണോ അവിടെ ചെയ്യേണ്ടത് ആ കാര്യം ചെയ്തിട്ട് അദ്ദേഹത്തിന് അപ്പം തന്നെ പോകാമല്ലോ. അതിന് അദ്ദേഹത്തിന് ആരും കുറ്റം പറയത്തില്ല. കാര്യം അദ്ദേഹത്തിന് വിശ്വാസമില്ല. അദ്ദേഹം പക്ഷേ ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള കടമകൾ അദ്ദേഹം നിർവഹിച്ചിട്ട് അദ്ദേഹം പോയി എന്ന് മാത്രമേ എല്ലാവരും അദ്ദേഹത്തിനെ കാണത്തുള്ളൂ.
പക്ഷേ ഇങ്ങനെ മുമ്പിൽ പോയി നിന്ന് അദ്ദേഹത്തിൻ്റെ സമയവും മെനക്കെടുത്തി മറ്റ് ഭക്തന്മാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇദ്ദേഹം നിൽക്കേണ്ടെന്ന് ഒരു കാര്യമില്ല. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുത്തിട്ട് ഇപ്പോൾ 2026 വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ പോകുന്ന ഈ ഘട്ടത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ ഇങ്ങനെ പോയി കിടന്ന് കാണിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് തന്നെയാണ്, ഇപ്പോൾ CPIM എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് തന്നെയാണ് ഇത് ദോഷമായിട്ട് ബാധിക്കുന്നത്. കാര്യം ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര മതപരമായിട്ട് ചിന്തിക്കാത്ത, എത്ര നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ, എല്ലാം ഒന്നായി കാണുന്ന ആളുകൾക്ക് പോലും ഇപ്പം നമ്മൾ പറഞ്ഞ കണക്ക് മറ്റു മതത്തിൻ്റെ ആൾക്കാരല്ല, ഇപ്പോൾ വാസവൻ എന്ന് പറയുന്ന മന്ത്രിയാണെങ്കിലും അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയായിട്ടിരിക്കുന്നവരെല്ലാവരും ഹൈന്ദവ മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അപ്പോൾ അവർക്ക് മറ്റു മതങ്ങളോടല്ല, ഇപ്പോൾ ഹൈന്ദവ മതത്തിൽപ്പെട്ട ആളുകൾക്ക് മറ്റു മതങ്ങളോടല്ല വിഷമവും വിരോധവും വരുന്നത്. അവരുടെ വിഷമവും വിരോധവും വരുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോടാണ്, CPIM എന്ന് പറയുന്ന പാർട്ടിയോടുകൂടാണ്. ഈ പാർട്ടിയിലുള്ളവരുടെ എല്ലാം രീതി ഇത് തന്നെയാണോ? കാര്യം ഈ പോയിട്ട് ഭഗവാന്റെ മുമ്പിൽ പോയി നിന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് തെറ്റായ ഒരു മെസ്സേജ് കൊടുക്കത്തക്ക രീതിയിൽ ഒരു നിഷേധത്തിൻ്റെ ഭാവത്തിൽ നിൽക്കുന്നവരാണോ എന്ന് നോക്കുമ്പം അതിൻ്റെ വോട്ട് കുറയാൻ സാധ്യത, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ CPIM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നാണ് ഒരുപാട് ആളുകൾ അകന്നകന്ന് പോകുന്നത്. അതുകൊണ്ട് ദേവി ചെയ്ത് എനിക്ക് പറയാനുള്ള, ഇങ്ങനെ ഉള്ള ആളുകളൊക്കെ മന്ത്രിയായിട്ടിരിക്കുമ്പം പ്രോട്ടോകോൾ പ്രകാരം എന്താണോ അവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവിടെ ചെയ്തിട്ട് അപ്പോഴേ സ്ഥലം വിടുക. തിരക്കുണ്ട്, നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് നിന്നോളും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഭക്തരുടെ സമയം കളയുന്ന എന്തിനാ? അവരെ എന്തിനാ ഈ VIP നിൽക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പാവത്തുങ്ങളെ കൊണ്ടുവന്ന് ഗേറ്റിന് ഇപ്പുറത്തുനിന്ന് തള്ളി ഇതിലെ ഭിക്ഷ ചോദിച്ചു വരുന്ന ആൾക്കാരെ തള്ളി വിടുന്ന കണക്ക് തള്ളി വിട്ടിട്ട് ഇവരെ പോലെ വിശ്വാസമില്ലാത്തവരെ പിടിച്ച് മുമ്പിൽ നിർത്തുന്നതെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. ദേവി ചെയ്ത് അത്തരത്തിലുള്ള അവിടെ പോയി സമയം മെനക്കെടുത്തി ഈ ഭഗവാന്റെ മുമ്പിൽ പോയി നിഷേധം കാണിച്ചെന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിക്കും സർക്കാരിനും കൂടെ ദോഷം ഉണ്ടാക്കി വെക്കാതെ, അല്ലെങ്കിൽ അവർക്കൊരു വിരോധം മറ്റുള്ളവരുടെ മനസ്സിൽ ഉണ്ടാക്കി വെക്കാതെ ദേവി ഇത് അങ്ങോട്ട് പോകാതിരിക്കുക ഇത്തരത്തിലുള്ള ആൾക്കാർ. ഇത് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു.